നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് UP സ്കൂൾ അധ്യാപകനാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്? ഞാൻ UP ആണ്. UP ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളമൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ മെയിൻ സബ്ജക്റ്റ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതൽ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ? ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്. ഏത് വർഷമാണ് ഡിഗ്രി? ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്. സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു? ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മൾ ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്. തീർച്ചയായിട്ടും. കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകളുണ്ടല്ലോ കോളേജുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞാൻ ഡിഗ്രിയും PGയും സെയിം കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ശരിക്കും ഓർത്തു വയ്ക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്? മഹാരാഷ്ട്ര വരെ. ഒറ്റയ്ക്ക്? സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യുക. ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങൾ ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അതെന്റെ മൈൻഡ് പോലും ഇരിക്കും. എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴേ ഇറങ്ങിപ്പോകും. പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കുക, അപ്പം തീരുമാനിക്കും. കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും. വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലെ ഇരിക്കും. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ തീർച്ചയായും ഒഴുക്കിനൊത്തങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല, ശരി കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം. അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോൾ അറിയാലോ, നീറ്റ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല. മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ. മഹാരാഷ്ട്രയിൽ പോയതിൽ ഇഷ്ടപ്പെട്ട മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന് ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി
കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു. നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ. സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും, ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും. കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പം ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എൻ്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്. പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ. പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള കുറേ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാട്ട് കേട്ട് 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 പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു. നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി. സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ ABCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14ഓളം മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ P. ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും 3 പേരും എൻ്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെൻ്റ് ആണ്. പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി? ഞാനങ്ങനെ പാട്ടങ്ങനെ പാടാറില്ല, പാട്ട് പാടാറില്ല. എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പോൾ ഒരാൾ തന്നാൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ, ഇന്ന രീതിയിൽ വേണം. കുറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ ചിലപ്പോൾ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്? അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോൾ ഒരു മാസം ഇരുന്നാലും ചിലപ്പോൾ സെറ്റ് ആവൂല. ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും. ചില പാട്ടുകൾ 2 ദിവസം എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷറായാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്. എൻ്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്യലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 ആഴ്ചയിൽ കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ 10 രൂപ ട്യൂൺ വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കിത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയം എടുക്കും. അപ്പം അത് മാറ്റണം. കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറൊരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ പോരായ്മകളും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വരി പറയാവോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും ഇവരൊക്കെ കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം. തീർച്ചയായും. ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ വിദ്യാസാഗർ സാറ്, റഹ്മാൻ, അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല. പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ. എന്താണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോകാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. താങ്ക് യു. അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി.ടി. നേർവഴി.